ഡിസംബർ 10 വന്ന മെസ്സേജിന് ജനുവരി 21 വരെ ഞാൻ പരാതി കൊടുത്തിട്ടില്ല. ജനുവരി 22 ആണല്ലോ പരാതി കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോണിലേക്ക് അൺനെസസറി ആയിട്ട് അയക്കുന്ന ഒരു മെസ്സേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ലക്ഷ്യപ്രിയ എനിക്കെതിരെ നൽകിയ ഒരു വ്യാജ പരാതിയുടെ പേരിൽ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലെ രേഷ്മ 3 മണിക്കൂർ ഹരാസ് ചെയ്തു. അവരുടെ സംഘടനയിൽ തന്നെ തീരണം, അല്ല അതിനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട്. അത് അതിൽ തീരാത്തപ്പോഴായിരിക്കണം അത് പബ്ലിക്കായിട്ട് പലർക്കും ഇപ്പം അൻസിബയെ പോലെയുള്ളവർ നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. മാമി സംഘടന പിന്നെയും ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഈ മാമി സംഘടനയിലെ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അൻസിബ കൊടുത്തേക്കുന്ന പരാതിയിൽ മൊഴി കൊടുക്കാനെ കൊണ്ട് ലക്ഷ്മിപ്രിയനെ സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സ്റ്റേഷനിലോട്ട് മൊഴി കൊടുക്കാൻ കയറുന്നതിന് മുന്നേ മീഡിയാസിൻ്റെ അടുത്ത് ലക്ഷ്മിപ്രിയ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും പിന്നെ പൊട്ടന്മാരാണല്ലോ. എന്താണെങ്കിൽ ഇങ്ങനെ കേസ് കൊടുക്കാനുള്ള ഒരു സാഹചര്യം അറിയില്ല. അന്ന് ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ കൊടുത്തേക്കുന്ന ആ ഒരു കേസിൽ അൻസിബേനെ സ്റ്റേഷനിൽ ഒരു 3-4 മണിക്കൂറോളം ഇരുത്തിയിട്ട് ഹറാസ് ചെയ്ത് അങ്ങനെ കുറച്ച് സീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ തുടർന്നിട്ടാണ് അൻസിബ ആ ഒരു പരാതി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂസ് ബൈറ്റ് ഉണ്ട്, അത് കേട്ടിട്ട് നമുക്ക് ബാക്കി ലക്ഷ്മിപ്രിയയിലോട്ട് വരാം. നിലവിൽ ലക്ഷ്മിപ്രിയയും ഒപ്പം തന്നെ അൻസിബയും തമ്മിലുള്ള പ്രശ്നം, ചില ദുസ്സൂചനകൾ വലിയൊരു മെസ്സേജ് അയച്ചു. അതിൽ ചില പരാതികൾ ലക്ഷ്മിപ്രിയയ്ക്കുണ്ടായി. അൻസിബയോട് നേരിട്ട് ചോദിക്കാതെ വനിതാ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. വനിതാ പോലീസ് അൻസിബയെ നേരിട്ട് വിളിച്ചു വരുത്തി വളരെ മോശമായ രീതിയിൽ ഹരാസ് ചെയ്തു. 3 മണിക്കൂറോളം സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിൽ വലിയ മാനസിക വിഷമം തനിക്ക് ഉണ്ടായെന്നാണ് അൻസിബയുടെ പരാതി. അത് പ്രകാരമാണ് 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടടക്കം തന്റെ മനോവിഷമത്തിന് ഒരു പരിഹാരം കാണണം. അതിൽ 1 കോടി രൂപ അടക്കം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്കും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. അതിലൊരു തുടർ നടപടി എന്താകുമെന്ന് ഈ ദിവസങ്ങളിൽ അറിയാൻ കഴിയും. പക്ഷേ അതോടൊപ്പം തന്നെയാണ് ഇതിന്റെ ഒപ്പം തന്നെ അൻസിബയുടെ ഒരു വോയിസ് ക്ലിപ്പോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അതോടെ ഒന്ന് കേൾക്കാം. നമസ്കാരം സാവിച്ചേട്ടാ, ഞാൻ ഭയങ്കര മാനസിക വിഷമത്തിലാണ്. എന്നെ ഒരുപാട് ദ്രോഹിച്ചു, ഉപദ്രവിച്ചു, എന്നെ മെന്റൽ ഹരാസ് ചെയ്തു. ലക്ഷ്യപ്രിയ എനിക്കെതിരെ നൽകിയ ഒരു വ്യാജ പരാതിയുടെ പേരിൽ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലെ രേഷ്മ 3 മണിക്കൂർ ഹരാസ് ചെയ്തു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾസ് എല്ലാം അതുപോലെയൊക്കെ തന്നെ പെരുമാറിയത്. പിന്നെ ഒരു ASI ഉണ്ടായിരുന്നു വനജ, അവരൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത്. എന്നിട്ട് എനിക്കിതുവരെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഒഫീഷ്യലി കംപ്ലൈൻറ്റ് അയച്ചത്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇത് അൻസിബ അനുഭവിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നൊരു വോയിസ് ആണ്. അപ്പം ഇത്രയൊക്കെ അൻസിബേൻ്റെ അടുത്ത് അവർ ചെയ്തു. എന്നിട്ട് ടിനി ടോമും ഒക്കെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന പരിപാടിയിൽ ഈ അവിഹിത കഥകൾ ആരുമായിട്ടൊക്കെ ചേർത്താണ്, ബ്രണ്ടാനച്ചനുമായിട്ടുള്ള അതുവരെ ചേർത്ത് പറഞ്ഞേക്കുന്ന ടീംസ് ഒക്കെയാണ് ഇവർ. ഓക്കെ, അത്രയൊക്കെ ചെയ്തിട്ട് അൻസിബ അപ്പോഴും കൈയും കെട്ടി ഇങ്ങനെ നോക്കിയിരിക്കണം. അതാണോ ഇവരൊക്കെ ഈ കൂട്ടരൊക്കെ ഉദ്ദേശിക്കുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണെങ്കിലും ഇതിനുശേഷം ലക്ഷ്മിപ്രിയന്റെ മൊഴി കൊടുക്കാനൊക്കെ സ്റ്റേഷനോട് വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മൊഴി കൊടുക്കുന്നതിന് മുന്നേ മീഡിയാസിന് കൊടുക്കുന്ന ബൈറ്റി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അൻസിബ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. മൊഴി നൽകാനായി ലക്ഷ്മിപ്രിയ തൃക്കാക്കര ACP ഓഫീസിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കൊടുക്കും. ഇപ്പം ഇവർ പല രീതിയിലും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കംപ്ലൈൻറ്റിന് പോകുന്നതിന് മുമ്പ് അവിടെ CCTV വിഷ്വൽസ് അവൈലബിൾ ആണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ്. ഇതൊരു പ്ലാൻഡ് മൂവ്മെന്റ് ആണല്ലോ, അപ്പം അങ്ങനെ കേസ് കൊടുത്തത്. അതെ, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, പ്ലാൻഡ് മൂവ്മെന്റ് ആണെന്നുള്ളത്. കാര്യം നിങ്ങൾക്ക് അൻസിബ ഒരു മെസ്സേജ് അയച്ചിട്ട് 1 മാസത്തിന് ശേഷം നിങ്ങൾ കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതൊരു പ്ലാൻഡ് മൂവ്മെന്റ് ആണ് എന്നുള്ളത് നമുക്കത് മനസ്സിലാവുന്നുണ്ട് ലക്ഷ്മിപ്രിയ. നമ്മളുടെ അടുത്ത് വ്യക്തമായിട്ട് അവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നും എല്ലാമുള്ള ഡിജിറ്റൽ, അവിടെ എന്ത് നടന്നു എന്നുള്ളതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ ഫുള്ള് ഇന്ന് കൈമാറും. ഓക്കെ, ഇവര് ഇതിനകത്ത് ഇനി ഇങ്ങോട്ട് പറയുന്നത് അത്രയൊന്നും ഇല്ല, 1 മണിക്കൂർ സംതിങ് ഒക്കെ ഇരുന്നുള്ളൂ എന്നുള്ളതൊക്കെയാണ് ഈ പെണ്ണുപിള്ള പറയുന്നത്. പക്ഷെ 1 മണിക്കൂർ ആയിക്കോട്ടെ, 1 മിനിറ്റ് ആയിക്കോട്ടെ, അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഭർത്താവ് ഈ മെസ്സേജ് ഒക്കെ കണ്ടിട്ട് വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് വരെ കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്കിന് അതൊന്നും അവിടെ പ്രശ്നമില്ല. അൻസിബ അയച്ച മെസ്സേജ് ആണ് പ്രശ്നം, അൻസിബ മെസ്സേജ് അയച്ചതാണ് പ്രശ്നം. പോലീസുകാർ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കിന് അവ മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്ന പ്ലാൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെങ്കിലും ഇതിന്റെ താഴെ വന്നേക്കുന്ന ഒരു കമന്റ് ഇങ്ങോട്ട് വായിക്കാം. ഒരു ഫോട്ടോ, ആ ഫോട്ടോയുടെ പേരിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വിള്ളൽ വീണുവെങ്കിൽ ആ ഫോട്ടോ യാഥാർത്ഥ്യമാണെന്ന് നിങ്ങളുടെ ഭർത്താവ് വിശ്വസിക്കുന്നുവെന്നും നിങ്ങളിൽ അയാൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുമല്ലേ അർത്ഥം. അതിന്റെ പേരിൽ ഭർത്താവിൽ നിന്നും ശാരീരിക പീഡനം ഏറ്റുവെങ്കിൽ അയാൾക്കെതിരെ എന്തുകൊണ്ട് പരാതിയില്ല? അൻസിബയുടെ ആ മെസ്സേജ് മറ്റാരെങ്കിലും കണ്ടാൽ കുഴപ്പമുണ്ടാവും എന്ന തോന്നൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ നിമിഷം അത് ഡിലീറ്റ് ചെയ്യാമായിരുന്നു. പിന്നീട് അൻസിബയെ നേരിൽ കാണുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ചോദിക്കാമായിരുന്നു. ഞാൻ കിണ്ണം കട്ടത് മറ്റാരും കണ്ടിട്ടില്ല എന്ന പോലെ ഇപ്പോൾ ഈ ഫോട്ടോ കാര്യം. ബൈ ദ ബൈ, ചേട്ടായിയുടെ കയ്യിൽ നിന്ന് തൊഴി കൊള്ളാൻ മാത്രം എന്തായിരുന്നു ആ ഫോട്ടോ? അത് തന്നെയാണ്, അങ്ങനെ ഇടി കിട്ടാനും മാത്രം എന്തായിരുന്നു ആ ഫോട്ടോയ്ക്കകത്തെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതെന്താ ലക്ഷ്മിപ്രിയ അത്? അപ്പൊ അൻസിബ ഇങ്ങനെ മെസ്സേജ് അയച്ചെന്ന് പറയുമ്പോൾ ഇത്രയും ഡൊമസ്റ്റിക് വയലൻസ് കാര്യങ്ങളൊക്കെ അപ്പൊ അതിനകത്ത് അപ്പൊ എന്തായിരുന്നു ഉള്ളത്? യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു പരാതിയിലാണ് അവരെ 3-4 മണിക്കൂർ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയത്. അതിനുശേഷം മാപ്പ് എഴുതി വാങ്ങിച്ചു വിട്ടു. കേസെടുക്കാൻ പോലും ഒന്നും ഇല്ലാന്നായിരുന്നു. അത് പുള്ളിക്കാരിയുടെ വേർഷൻ അല്ലേ. എൻ്റെ ഫോണിലേക്ക് എനിക്ക് അനാവശ്യം എന്ന് തോന്നുന്ന ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ
അതിനുത്തരം പറയാൻ പുള്ളിക്കാരി ബാധ്യസ്ഥയായിരുന്നു. ഞാൻ ഡിസംബർ 10-ാം തീയതി വന്ന മെസ്സേജിന് ജനുവരി 21 വരെ ഞാൻ പരാതി കൊടുത്തിട്ടില്ല. ജനുവരി 22-ാം തീയതി ആണല്ലോ പരാതി കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോണിലേക്ക് അൺനെസസറി ആയിട്ട് അയക്കുന്ന ഒരു മെസ്സേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അത് പരാതി കൊടുക്കേണ്ടതുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡ് പ്രശ്നമാക്കിയത് വിട്ടേക്കോ. എൻ്റെ ഫോണിലേക്ക് അങ്ങനെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാമല്ലോ, എനിക്ക് നിയമപരമായിട്ട് പോകണമെങ്കിൽ എനിക്ക് അങ്ങനെ പോകാനുള്ള ഒരു അവകാശമില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ അവകാശത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് അല്ല, ഭർത്താവ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് വിട്ടേക്കെന്ന് പറയുമ്പോൾ അല്ല ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരെ മുന്നോട്ട് എത്തുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമായിട്ട് എത്തുമ്പോഴത്തേക്കിന് അവിടെ ഡൊമസ്റ്റിക് വയലൻസ് വീട്ടിൽ നടന്നു. ഓക്കെ, അതാണോ വലുത്, അൻസിബ അയച്ച മെസ്സേജ് ആണോ പ്രശ്നം? അതെനിക്ക് മനസ്സിലാവണില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ പറയുന്നു അനാവശ്യമായിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നല്ലോ. ഓക്കെ, അൻസിബ അവിടെ അങ്ങനെ അയച്ചേക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് അനാവശ്യമായിരുന്നെങ്കിൽ ഈ പറയുന്ന ഫോട്ടോ ഉണ്ടായിരിക്കുന്ന ഒരു സന്ദർഭം നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ അൻസിബേനെ അറിയാത്ത ആളോ കാര്യങ്ങളൊന്നും അല്ലല്ലോ നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പൊ ഈ പറയുന്ന ഏതോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഏതോ ഒരു ഷോയിൽ, അല്ലെങ്കിൽ ദൃശ്യം എന്ന് പറയുന്ന ഏതോ ഒരു സിനിമയിൽ അഭിനയിച്ചേക്കുന്ന ഏതോ ഒരു അൻസിബയാണല്ലോ നിങ്ങൾക്ക് ഈ പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് ഈ അൻസിബ എന്ന് പറയുന്നത്. എന്നിട്ട് പറയണ ഭർത്താവ് വിട്ടേക്കും. പക്ഷെ ആ മെസ്സേജ് അങ്ങനെ അയച്ചു. ഉയ്യോ, അത്രയും വലിയ. അപ്പൊ എന്തായിരുന്നു ആ ഫോട്ടോയ്ക്കകത്ത് എന്തായിരുന്നു സ്ത്രീയെ? അത് നിങ്ങൾ വ്യക്തമാക്കൂ. 3 മണിക്കൂർ സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസ് അതോറിറ്റിയാണ് സ്ഥിരീകരിക്കേണ്ടത്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. ഇത്ര കൃത്യമായിട്ട് ഞാൻ ആ ടൈം ഡ്യൂറേഷൻ പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ അതിന് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്ന് കരുതിക്കോളൂ. നമ്മൾ രണ്ടുപേരും ഒരേ സംഘടനയിലെ അംഗങ്ങളാണ് എന്ന് വിചാരിക്കുക. നമ്മൾ സംഘടനയ്ക്ക് പുറത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സംഘടനയ്ക്ക് അതിൽ എന്താണ് ബാധ്യത, എന്താണ് സംഘടനയാണോ അത് അന്വേഷിക്കേണ്ടത്? നമ്മൾ അത് നിയമപരമായിട്ട് നമ്മൾ നേരിടുക തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് സംഘടന ഇടപെടാനായിട്ട് ഇതെന്താണ് അങ്ങനെ ചെയ്യുന്നത്? പിന്നെ കപ്പലണ്ടിയുടെ തോട് പൊളിക്കാനാണോ നിങ്ങളുടെ ഈ സംഘടന, അല്ലെങ്കിൽ മാങ്ങാണ്ടിക്ക് കൂട്ടുപോകാനോ? അറിയാൻ മേലത്തോണ്ട് ചോദിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഈ ലക്ഷ്മിപ്രിയായിട്ട് ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇഷ്യൂവില് ഈ സംഘടനയിൽ വന്ന് അൻസിബ പരാതിപ്പെട്ടപ്പോൾ ശ്വേതാമേനോൻ പറഞ്ഞു, ഇത് സംഘടനയ്ക്കകത്തുള്ളതല്ല, ഇത് പുറത്തു വെച്ച് നിങ്ങൾ തീർക്കേണ്ടുന്ന വിഷയങ്ങളാണ്, നമുക്ക് യാതൊരു ബന്ധവുമില്ല. നെഹി എന്ന് പറഞ്ഞാൽ നെഹി ഇപ്പൊ 70 ലക്ഷം പറഞ്ഞതിന്റെ സ്ഥാനത്ത് 2 കോടി 2.5 കോടി പറഞ്ഞത് അത് കിട്ടിയതിനെ നമുക്ക് എന്നായിരുന്നു ശ്വേതാമേനോന്റെ മറുപടി ആ ഒരു അമ്പലത്തിന്റെ ഈ ഒരു കേസായിട്ടൊക്കെ വന്നേക്കുന്നത്. ഓക്കെ, അതിനുശേഷം അൻസിബ ഈ ടിനിറ്റുമായിട്ട് ഉണ്ടാക്കുന്ന റീസെന്റ് ഇത്രയും കഥപ്പെടുന്ന വന്നേക്കുന്ന ഈ ഒരു വിഷയങ്ങൾ പുറത്തോട്ട് സംസാരിച്ചപ്പോൾ നേരെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള പ്രിയങ്ക അനുപരെ പോലുള്ള ആൾക്കാർ വന്നിട്ട് എന്താ മീഡിയസിന്റെ അടുത്ത് പറഞ്ഞത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ സംഘടനയ്ക്കകത്ത് തീർക്കണം, അത് പുറത്തല്ല പോയി പറയണ്ടേ എന്നുള്ളത്. അത് കൊള്ളാമല്ലോ. നിങ്ങളുടെ ഒരു ഇതിനകത്ത് തന്നെ 2 ഗ്യാങ്ങായിട്ട് തിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഒരു ഗ്യാങ്ങിന്റെ കാര്യം മാത്രം സംഘടനയ്ക്കകത്ത്, മറ്റേ ഗ്യാങ്ങിന് എന്തെങ്കിലും പ്രശ്നം വരുന്നത് അപ്പൊ അത് പുറത്ത് മറ്റേത് പറയാം. ഇവര് 2 ടീമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഈ മതത്തിന്റെ പേരിൽ ഇമാതിരി തെമ്മാടിത്തരം വിളിച്ച് പറയുകയും എന്നിട്ട് സെക്ഷലി സ്ത്രീകളെ ഈ രീതിയിലൊക്കെ അവിഹിതോ മറ്റേതും ഒക്കെ മറിച്ചതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടരല്ല ഒരു ടീം. എന്നിട്ട് അവർക്കൊരു നിയമം, ബാക്കിയുള്ളവർക്ക് വേറൊരു നിയമം, അങ്ങനെ രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്ത് വർത്താനൊക്കെയാണ് ഈ പെണ്ണുപിള്ളയൊക്കെ പറയണത്? ഞാൻ പരാതി കൊടുത്തിട്ടില്ല. കാരണം എനിക്കതിൽ പരാതിപ്പെടേണ്ട സ്ഥലമല്ല സംഘടന എന്നുള്ള വിവേക ബുദ്ധി എനിക്കുണ്ട്. നമ്മൾ തമ്മിലുള്ള 2 പേര് തമ്മിലുള്ള ഒരു പ്രശ്നത്തിനെ സംഘടനയല്ല പരിഹരിക്കേണ്ടത്. അതിന് സംഘടനയ്ക്ക് എന്താണ് ബാധ്യതയുള്ളത്? ഞങ്ങൾ 2 പേരും ഒരേ സംഘടനയിലെ അംഗങ്ങളും ഒരേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ സംഘടനയ്ക്ക് എങ്ങനെ റോൾ? ഞാൻ ഉന്നയിച്ചിട്ടില്ല. എനിക്ക് ഉന്നയിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. പക്ഷേ കേസ് ആയതിനു ശേഷം അൻസിബ കുറെ ഊഹാപോഹങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മെസ്സേജ് ഇട്ടിരുന്നു. ആ മെസ്സേജിന് ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ അയച്ചു. മോളി ഘോരഘോരം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും എൻ്റെ പരാതിയിലില്ല, 4 വരിയിലേ എൻ്റെ പരാതിയുള്ളൂ, ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാവടാ ലക്ഷ്മിപ്രിയ, എന്തുവാടാ ഇത്രയും പാവം പിടിച്ച ഒരു തങ്കപ്പെട്ട ഒരു പിഞ്ചു മനസ്സിന് ഉടമയാണ് സുഹൃത്തുക്കളെ ലക്ഷ്മിപ്രിയ, അല്ലെ? വെറും 4 വരിയെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു ആ 4 വരി? വെൽക്കം ടു ടി, നൈസ് ടു മീറ്റ് യു, അതായിരുന്നു ആ 4 വരികൾ. അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, ഒരു പെണ്ണിനെ അവിടെ സ്റ്റേഷനിൽ വിളിച്ചിരുത്തിയിട്ട് 3-4 മണിക്കൂർ അവിടെ ഇരുത്തിയിട്ട് ഇത്ര ഹറാസ് ചെയ്തു എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ചെയ്തൊരു 4 വരിയിൽ ആണ് ഈ 3-3.5 മണിക്കൂറത്തേക്ക് ഈ ഹറാസ്മെന്റ് കാര്യങ്ങളൊക്കെ പോയേക്കുന്നത്. പിന്നെ എന്തോ ആയിക്കോട്ടെ, ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട് ഈ ഒരു മണിക്കൂറിന്റെ കണക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഓക്കെ, 1 മണിക്കൂറോ 1 മിനിറ്റോ ആയിക്കോട്ടെ. ഇത് നിങ്ങളുടെ വീട്ടിൽ ഹസ്ബൻഡ് ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തത് പ്രശ്നമില്ല, അപ്പൊ ഹസ്ബൻഡിന്റെ സ്റ്റേഷനിലോട്ട് വരും, അങ്ങനത്തെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അൻസിബ മെസ്സേജ് അയച്ചത് അത് വലിയ പ്രശ്നമാണ്. 4 വരിയുടെ കേസാണ്, നിങ്ങൾ ആലോചിക്കണം. അല്ലെങ്കിൽ 4 വരിയുടെ കാര്യം ചോദിക്കാനാണെങ്കിൽ ഈ 1.5 മണിക്കൂർ അങ്ങനെ നീണ്ടു പോകണോ?
അത് ഞാനല്ലല്ലോ പറയണ്ടേ. എനിക്ക് എൻ്റെ ശരി എനിക്കറിയാം. ഞാൻ നാളിതുവരെ പോയിരിക്കുന്നത് എൻ്റെ ശരിയിലൂടെ മാത്രമാണ്. എൻ്റെ പിന്നിൽ ആരുമില്ല. എനിക്ക് പ്രത്യേകമായൊരു അജണ്ടയും ഇല്ല. എനിക്ക് ഇപ്പോഴും അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയോട് യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യങ്ങളുമില്ല. അതിൻ്റെ കാരണം പിന്നെ ഡിസംബർ 10-ാം തീയതി ഇങ്ങനൊരു മെസ്സേജ് അയച്ചിട്ട് പോലും ഡിസംബർ 14-ാം തീയതി തിരുവനന്തപുരത്ത് ഞാൻ ആ മോളെ കണ്ട സമയത്ത് ആ മോൾക്ക് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന ഗിഫ്റ്റ് വരെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഇതിൻ്റെ കാര്യം ചോദിക്കണം, മോൻ എന്താ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്, അതിൻ്റെ മറുപടി പറയൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ റൂമിലേക്ക് വന്ന് പറയാമെന്ന് പറഞ്ഞിട്ടില്ല. പല അവസരങ്ങളും ഞാനത് ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ഇപ്പോഴും അതിന് മുൻപും അതിനുശേഷം ഒക്കെയുള്ള ചാറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നോട് വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ട വിധത്തിൽ ആ കുട്ടിയോ ഞാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയിട്ടില്ല. അതായത് ഇങ്ങനൊരു മെസ്സേജ് അയച്ചത് എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പരാതി കൊടുത്തത്. അതെ, ആ മെസ്സേജ് ആണ് സുഹൃത്തുക്കളെ പ്രശ്നം ഉണ്ടായത്. അല്ലാതെ ഭർത്താവ് പുലിചെറുതി ഇടിച്ചതൊന്നും പ്രശ്നമില്ല, ആ മെസ്സേജാണ് പ്രശ്നമായത്. അല്ല, ഇത്രയും പ്രശ്നമായി എന്ന് പറയുമ്പോഴത്തേക്കിന് അല്ല അത് ഏത് ഫോട്ടോയാണ്, എന്ത് ഫോട്ടോ, എങ്ങനത്തെ ഫോട്ടോയാണ് എനിക്ക് അറിയാൻ വരുന്നുണ്ട് ചോദിക്കുക. ഇത്രയ്ക്കും സ്വന്തം ഭാര്യനെ വിശ്വാസമില്ലാത്തൊരു വ്യക്തിയാണോ നിങ്ങളുടെ ഭർത്താവ്? അങ്ങനെ എന്തെങ്കിലും ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്കിന് അങ്ങനെ അവിശ്വസിച്ചിട്ട് സ്വന്തം ഭാര്യനെ കുരിച്ചെറുതി കൂമ്പലിടിക്കാനും മാത്രം അത്രയും വലിയ ക്രൂരനും മൃഗീയനുമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു സുഹൃത്തുക്കളെ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ്. അപ്പം ആ മെസ്സേജാണ് പ്രശ്നം. അപ്പം ആ ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യം അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് ഇതൊന്നും പ്രശ്നമില്ല. അപ്പൊ അത്രയും പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഫോട്ടോ എന്താണ് പറ്റി? അല്ലെങ്കിൽ എന്താണെങ്കിലും ഇതിനുശേഷം ആസിഫ് അലിയുടെ ഒരു പ്രതികരണം അതിനുണ്ടായിരുന്നു. നമുക്ക് അതോടൊന്ന് കേൾക്കാം. അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ പ്രശ്നങ്ങളിൽ നിവൃത്തികേട് കൊണ്ടായിരിക്കണം നടി അൻസിബ ഹസൻ പ്രതികരിച്ചതെന്ന് നടൻ ആസിഫ് അലി പറയുന്നു. സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കണം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമ്മയുടെ നേതൃത്വത്തിലുള്ളവർക്ക് കൂടുതൽ സമയം നൽകണം എന്നും ആസിഫ് അലി ദുബായിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അത് തന്നെയാണ്. സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയിൽ തന്നെ തീരണം. അല്ല അതിനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട്. അതിൽ തീരാത്തപ്പോഴായിരിക്കണം അത് പബ്ലിക്കായിട്ട് പലർക്കും ഇപ്പം അൻസിബയെ പോലെയുള്ളവർ നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നത്. പ്രശ്നങ്ങൾ എല്ലാ സംഘടനകളിലും ഉണ്ടെന്നും അത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് വ്യത്യാസമെന്നും നടൻ ആസിഫ് അലി അഭിപ്രായപ്പെട്ടു. സംഘടനയ്ക്കുള്ളിൽ തന്നെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ടത്. ജിഹാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചെന്ന അൻസിബയുടെ പരാതി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മതപരവും ജാതീയവുമായ കാര്യങ്ങളെ ഗൗരവമായി എടുത്താൽ പ്രശ്നം വലുതാകുമെന്നായിരുന്നു ആസിഫ് അലിയുടെ അഭിപ്രായം. വിവേകത്തോടെയാണ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ജാതിപരമായ കാര്യങ്ങൾ അതിൽ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം വളരെ വലുതാവും. അതിൽ നമ്മുടെ കോമൺ സെൻസും നമ്മുടെ ബുദ്ധിയും ഉപയോഗിച്ച് റിയാക്ട് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് പഴയ ഒരു കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായിരുന്ന പ്രശ്നമാണെന്നാണ്. പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത് വളരെ ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ യുക്തിയോടുകൂടി നമ്മൾ തീരുമാനിക്കണം. ഇപ്പൊ ഞാൻ പറയുന്ന മറുപടി പോലും ഇതിനൊരു സ്പാർക്കിലേക്ക് കൊണ്ടുപോയേക്കാം. അമ്മയുടെ നേതൃത്വത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുവന്നത് മറ്റൊരു സംഘടനയും കാട്ടാത്ത ധൈര്യമാണ്. പ്രസിഡന്റ് ശ്വേതാ മേനോൻ അടക്കമുള്ളവർക്ക് പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ സമയം നൽകണമെന്നും ആസിഫ് അലി പറഞ്ഞു. ശ്വേതാ മേനോനൊക്കെ ഈ ടൈം കൊടുത്തിട്ട് എന്തിനാണ് ഇതൊക്കെ? ഇതൊന്നും ഇവിടെ അല്ല സംസാരിക്കേണ്ട, പുറത്തു പോയി പറയോ, ഇത് പറയാനെ കൊണ്ടാണോ? അല്ലെങ്കിൽ തന്നെ ഇത്രയും സമയം അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങളായിട്ട് ഒരു തീരുമാനം എടുക്കാനെ കൊണ്ട് ഇവരെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഈ പൊസിഷനിൽ കയറി ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സീരിയസ്ലി. ഓക്കെ, എന്നിട്ട് ഇവർ പറയുന്നതാണ് ഞങ്ങളുടെ സംഘടനയുടെ പേര് AMMA ഡോട്ടും കുത്തൊന്നും ഇടരുത്, അമ്മാന്ന് വിളിക്കണം, മാമി. അത് ഈ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, മാമി അത് മതി. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാറിയ ഒരു സംഘടന നല്ല ഉദ്ദേശങ്ങളോടുകൂടി തന്നെ തുടങ്ങിയേക്കുന്ന ഒരു സംഘടനയായിരുന്നു. എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ കാര്യങ്ങൾ കണ്ടല്ലോ. എന്നിട്ട് ലക്ഷ്മിപ്രിയ എൻ്റെ പൊന്നോ ഈ പെണ്ണുമ്പോൾ വന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം പിന്നെ അരിയാഹാരം അല്ലല്ലോ നമ്മൾ കഴിക്കണത് അല്ലേ? നമുക്ക് ഇതൊന്നും മനസ്സിലാവുകയില്ലല്ലോ. എന്താണെങ്കിലും കൂടുതലായിട്ട് ഒന്നും പറയല്ലോ. എന്താണ് ഇത്രയും കിട്ടും നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.